അവള് വരും. ഓള് എന്നോട് എല്ലാടും പറയാറുണ്ടല്ല. ഏട്ടാ, ഇനിയിപ്പോ ഇങ്ങനെ വിഷമിച്ചിരുന്നൊന്നും കാര്യമില്ല. അറ്റണ്ടേ പറ്റി. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എത്ര കാലമായെന്ന് അറിയാം നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക്? ഒരു നിസ്സാര കാര്യത്തിന് ഏട്ടാ ഏട്ടനെ വേണ്ടെന്ന് വെച്ച്. പിന്നെ ഇങ്ങനത്തെ ഘട്ടമൊക്കെ വരുമ്പോൾ നമ്മള് കാണണം, നമ്മള് ചോരയല്ലേ. ഏട്ടൻ ദുബായി പോയ സമയത്തേ ഓളവിടെ കെയർ ചെയ്യാൻ ആരും ഉണ്ടായില്ല. അതാണ് സത്യം. ഏട്ടത്തിമ്മയുടെ കയ്യിലൊന്നും ഓള് നിൽക്കൂല. ഇപ്പത്തെ കുട്ടികളാണ്. ഓളെ കൂട്ടുകെട്ടൊക്കെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും ടൗണിൽ വെച്ച് കാണാറുണ്ട് അവളെ. എന്നെ കണ്ട അവള് മൈൻഡ് ചെയ്യില്ല. അത് ഏട്ടൻ പറഞ്ഞായിരിക്കും, ഇന്നൊന്നും കണ്ടാൽ സംസാരിക്കരുത്, എൻ്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ. പക്ഷെ എനിക്ക് നിങ്ങളെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ തന്നെയാണ്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആരോമില്ലേ. ഞാൻ വന്നതിപ്പോ എന്താണെന്ന് വെച്ചാൽ, അതെ, എനിക്ക് പറയാനുള്ളത് പോയത് പോയി. പോളോളം ഇഷ്ടം നോക്കി പോയതല്ലേ. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ആദ്യമായിട്ട് ഒരു പെൺകുട്ടി പോകുന്നല്ല. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോളും അടുത്തൊരു മുസ്ലിം ചെക്കൻ്റെ കൂടെയാണ് പോയത്. അല്ലാന്ന് അതുപോലെ അല്ലല്ലോ. അതുപോലെ എല്ലാം ചോദിച്ചാൽ ഇതിപ്പോ നമ്മളടുത്ത് കുറെ തെറ്റുണ്ട് ഏട്ടാ. നമ്മൾ നോക്കിയില്ല. നോക്കി വേണ്ട കെയർ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ നിങ്ങൾ അവൾക്ക് മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ? അതന്നെ ഏറ്റവും വലിയ തെറ്റ്. കുട്ടികൾ കണ്ടുപിടിക്കുകയാണ് അവർക്ക് പെട്ടെന്ന് ആളുകളായി. മഴയും പെയ്തു. ഒരു ജോലിയും കൂലിയില്ലാത്ത ഒരുത്തൻ്റെ കൂടെയല്ലേ പോയത്. നീ ഒരു കാര്യം ചെയ്യണം, ഇടയ്ക്കൊക്കെ ഒന്ന് വരണം അങ്ങോട്ട്. അല്ല, ഞാൻ പറയാം, എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നും വരില്ല. അവിടെ ആരുമില്ലടോ. അവിടെ മണ്ടുപോളെ കിട്ടിപ്പോയി. ഒന്നും മിണ്ടാനോ പറയാനോ ഒരു മനുഷ്യനില്ല. ഇതൊക്കെ ഏട്ടൻ നേരത്തെ തോന്നുന്നതാണ് കേട്ടാ. ഇപ്പോഴല്ല തോന്നിരുന്നത്. ആ ഗൾഫ് പോണ സമയത്ത് എന്നോട് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എടാ ഞാൻ പോവുകയാണ്, ഇവിടെ ഇറത്തിമേ മോള് മാത്രമേ ഉള്ളൂ, ഈ ഒന്ന് നോക്കണം, എൻ്റെ ശ്രദ്ധ വേണമെന്ന് എന്നോട് ഏട്ടൻ പറഞ്ഞില്ല. അങ്ങനെ ഞാനൊരു കെയർ ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഓള് ഈ പണി ചെയ്യില്ലായിരുന്നു. ഇതിപ്പോ നീ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തല്ല. കുറ്റപ്പെടുത്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പ്രതിഷേധമുണ്ട് എനിക്ക്. കാരണം നിങ്ങളെ മോള് മാത്രമല്ല, നമ്മളെ കുടുംബത്തിൽ ആദ്യം ഉണ്ടായൊരു മോളാണ്. എനിക്കും 2 പെൺകുട്ടികളല്ലേ. ഓരോ ഇതൊക്കെ കണ്ടിട്ടില്ല വളരുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ ഗൾഫിലൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കി. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്തേം ആകെ വിഷമിക്കും. നീ എവിടെ പോയി കിടക്കുകയാണ്? ഞാൻ ഈ വെള്ളക്കെട്ടിൽ നിന്ന് തന്നെ കൊതുകുത്തി കൊല്ലുമല്ലോ. വേഗം സാധനമൊക്കെ റെഡിയാണ്. ആ ഹാ ഹാ ഡാ എന്താ ചേട്ടാ? നീ ആര് വീട് മോളായിട്ട് എന്താണ്? ഞാനറിയും. അല്ല, ശരിക്കും പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രശ്നം. എങ്ങനത്തെ പ്രശ്നമല്ല. നീ എന്താ അവിടെ കിടന്ന് ഉലാമലുണ്ടാക്കണ? എനിക്ക് ചോദിക്കാനും പറയാൻ ആരും അറിയിട്ടാണോ? സത്യമായിട്ട് ഞാൻ എന്താ ഉണ്ടായത് സത്യത്തില്? ചേട്ടാ, അവളങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്താന്ന് അറിയണ്ട. നമ്മള് എന്താണ് അവളെന്ത് പറഞ്ഞപ്പോ നീ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞേ? എന്നോട് ഇവിടെ നടക്കുന്ന കാര്യമൊക്കെ ആരും പറയണ്ടേ? ഞാൻ അറിയും. സത്യാവസ്ഥ ഇല്ലാത്തൊരു കാര്യത്തിനാണ് ഒരു പറഞ്ഞുണ്ടാക്കിയ കാര്യം. എന്താണ് ഉണ്ടായതെന്ന് പറ. അത് അങ്ങനെ ഒരു സംഭവത്തിൽ അവളിങ്ങനെ പറഞ്ഞപ്പോ ഞാനത് എന്താണെന്ന് അന്വേഷിക്കാൻ പോയി. നിന്റെ ഈ കമ്മലും ജുബയൊക്കെ കണ്ടപ്പോ ഞാനോർത്ത് നീ മാന്യനാണ്, വെറും കച്ചറയല്ലടാ നീ. ശരിക്കും ഞാൻ മാന്യാണ് ചേട്ടാ. പക്ഷെ ഈ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിക്കണ ആൾക്കാർ. അവളുടെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ വിളിച്ച് ചോദിക്കണമെന്ന്. അവളുടെ അച്ഛൻ മരിച്ചിട്ട് 5 കൊല്ലമല്ലോ. അവളുടെ അച്ഛൻ മരിച്ച ഇളയച്ചൻ ചന്ദ്രൻ. താടി. അവൻ എന്റെ കൂടെ പഠിച്ചല്ലേ? ആളെന്താ പറഞ്ഞേട്ടനോട്? എന്താ ഉണ്ടായെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ മനസ്സാവാച അറിയാത്തക്ക. ഞാൻ സത്യം പറഞ്ഞ സംഭവം
ആ പ്യാരി. എന്താ സത്യേട്ടാ? ഒന്നുമില്ല. എവിടെയുണ്ട്? ഞാനേ ചെറിയൊരു പ്രശ്നം ഇല്ല, ഈ പരിസരത്തുണ്ട്. എന്തേ? ഒന്നുമില്ല. ഒന്നതിലെ വരാൻ പറ്റുമോ? എന്താ സത്യേട്ടാ, വല്ല അത്യാവശ്യം ഉണ്ടാ? ഒന്നുമില്ലടോ, കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിട്ടാ. എന്നോടാ? ആ, ആണോ? സംസാരിക്കല്ല. സത്യേട്ടൻ വീട്ടിലുണ്ടാ? ഞാൻ വീട്ടിലുണ്ട്. ആണോ? എന്നാ ഞാൻ വരാം. ഞാൻ ദേ എത്തി കേട്ടോ. ചേട്ടാ തിരക്കാണ്. പിന്നെ ഞാൻ പിന്നെ ഒന്നുമില്ല, ഞാൻ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഇത് വിളിച്ചത് സത്യേട്ടനാണ്. അറിയില്ലേ, ഗൾഫിൽ നിന്ന് വന്ന സത്യേട്ടനാണ് എന്നെ ജോലി മേടിച്ചു തന്ന് ഗൾഫിൽ കൊണ്ടുപോയി. ചേട്ടാ എടാ, ഒരു പ്രശ്നവുമില്ല, നമുക്ക് പരിഹരിക്കാം. ചേട്ടാ ഞാനതില്ല, അതാണ്. നീ ഇല്ല, എനിക്ക് മനസ്സിലായി. നമുക്ക് നീ ഒരു പണി, നാളെ ഒരു ഉച്ചയാകുമ്പോ 1 ലിറ്ററായിട്ട് ഇവിടെ വന്നു നമുക്ക് തീർക്കാം. തീരണ എനക്ക് എന്നാ ശരി, പൊയ്ക്കോ. വേറെ ഒന്നും പറയരുത്. ഇല്ലടാ, പറയൂലടാ, സേഫ് അല്ലേ, കാര്യല്ലേ, പൊയ്ക്കോ നീ. ശരിക്കും പോണോ കേട്ടോ. എന്തിനാണെന്ന് പറയാം നമ്മള്. അല്ല ഒരാവശ്യം ഉണ്ടാവില്ല. വെറുതെ ചുബയും കമ്മലും കഴിച്ചതിനൊക്കെ ഇട്ട് കിടക്കിയിട്ട് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയാണ് നാളത്തേക്ക് 1 ലിറ്റർ കിട്ടി. സത്യേട്ടൻ്റെ അടുത്ത് പോയിട്ട് വരാമല്ലോ. സത്യത്താ, എന്തോ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു 3 എണ്ണം വെച്ചായി. സത്യമായിട്ടൊന്നും മിണ്ടിയില്ല. അപ്പോ എന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ മോള് പോയതിനു ശേഷം മണ്ടു അവളുടെ വീട്ടിലാണ്. അപ്പൊ അവള് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിലെ അച്ഛനാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടുമില്ല. എനിക്കിതെല്ലാം കൂടെ താങ്ങാൻ വയ്യാതെ ഞാൻ അത് ആരെങ്കിലും ഒരാളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാലോ എന്ന് വിചാരിച്ച് 2-3 പേരൊക്കെ വിളിച്ചു. അപ്പൊ എല്ലാവർക്കും തിരക്കാ. എല്ലാവരും നല്ല തിരക്കിലല്ലേ. നിന്നെ എന്നെ സത്യമായിട്ടും വിളിക്കുമ്പോ ഞാനും നല്ല തിരക്കിലാണ്. പ്രസാദ് ഒരു മിലിറ്ററി ഒപ്പിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞ് പോയി ഞാനതിന് സെറ്റായി നിൽക്കുകയായിരുന്നു. അപ്പോഴാ സത്യേട്ടൻ വിളിക്കണം. സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്. കാരണം സത്യേട്ടൻ അങ്ങനെ പതറി വിളിക്കാറില്ലല്ലോ. ഞാൻ ഇന്നലെയും കൂടി ഇവനോട് പറഞ്ഞോളൂ സത്യേട്ടൻ്റെ കാര്യം. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി, മറ്റേ ഗൾഫിൽ ജോലിക്ക് കൊണ്ടുപോയിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ ആളാന്നൊക്കെ പറഞ്ഞു. പണി മേടിച്ചു തന്നത് സത്യേട്ടനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഒന്നുമില്ല, കുറച്ചു നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. പിന്നെ സന്തോഷമല്ലേ, നമുക്ക് നേരം വെളുക്കുന്നവരെ വർത്താനം പറഞ്ഞിരിക്കാല്ലോ. പിന്നെ ഈ സത്യേട്ടന്റെ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുക, ഒപ്പത്തിനൊപ്പം ഇരിക്കുക, ഇത്രയും വലിയൊരു മനസ്സ് സത്യേട്ടൻ ഉണ്ടായിന്ന് അറിഞ്ഞില്ല. അതേ നമുക്കുള്ളൂ. നമുക്ക് അങ്ങനെ ഇപ്പൊ നമ്മൾ പല ടച്ചപ്പും കഴിച്ചിട്ടുണ്ടേ. ഇതൊക്കെ ആദ്യമായിട്ട് സത്യം അല്ലേ, എല്ലാ അമൃതാഞ്ജം മണത്തിയൊക്കെയാണ്. ഞാനെന്താണെന്ന് വെച്ചാലേ, ഇപ്പൊ മണ്ടു പല സമയത്തും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതായത് ഇപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മണ്ടു ചേച്ചിയുടെ കാര്യമില്ലേ, മണ്ടു ചേച്ചി സത്യേട്ടന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ് സത്യേട്ടൻ അത് രക്ഷപ്പെട്ടു. എടാ, ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇളയച്ചന്റെ കാര്യം പറഞ്ഞല്ല. അപ്പൊ മണ്ടു ചേച്ചി സത്യേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ആ വ്യാരിനൊന്ന് രക്ഷപ്പെടുത്തുന്ന പറഞ്ഞിട്ടാണ് സത്യേട്ടൻ എന്നെ കൊണ്ടുപോകാൻ തന്നെ കൂട്ടാക്കണം. അത് തന്നെ പറഞ്ഞു പറഞ്ഞത്. ആ നേരത്ത് ഇളയച്ചനാണ് സത്യേട്ടനെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ആ നന്ദി പുള്ളി കാണിച്ചാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മളെ കൊണ്ടുപോയി പോയിട്ട് അത് തന്നെ. മണ്ടു ചേച്ചി ഇവിടെ നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടാണ് നാടിന്റെ ഒരു ഐശ്വര്യം ഉണ്ടായത്. ഞാൻ കട എടുത്തല്ലോ. നീ കട എടുത്താ നമ്മൾ അവിടുന്ന് ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമേ, ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പൊ ഈ ലോകരെ മുഴുവൻ കല്യാണം വിളിച്ച് നമ്മളെ മറ്റേ വലിയ ഹാള് ഒരു തിണ്ടി നടത്തിയിട്ടില്ല അവിടെ, മനസ്സിലായോ? അപ്പൊ ആ ഹാള് കല്യാണം നടത്തുന്ന കാര്യമല്ല. ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മോൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണവും സംഗതികളൊക്കെ. എന്റെ അമ്മേനെ കല്യാണം കഴിക്കുമ്പോ ഒറ്റൊരു സ്വർണം കൊടുത്തിട്ടില്ല. അതല്ല അന്ന് ഈ തെങ്ങിന്റെ മുകളിൽ സ്പീക്കർ കിട്ടും. അത് നിന്റെ അമ്മനെ കെട്ടിക്കണ കാലത്ത് മാത്രമല്ല, ആരുടെ അമ്മനെ കെട്ടിച്ചാലും ആ കാലത്ത് സത്യം സാറേ
അല്ല സത്യട്ടാ സ്പീക്കർ കെട്ടും എന്റെ അമ്മ കല്യാണത്തിലൊക്കെ പാട്ട് വെച്ചു എന്റെ അമ്മനെ കല്യാണം കഴിക്കുന്ന കാലത്ത് സ്വർണ്ണമൊന്നും ഇല്ല. എന്റെ മോള് സ്പീക്കർ കെട്ടിട്ട് ചില്ലകൾക്ക് കൂടൊരു വാരം, ഇനി കൂട്ടിനോ പക്ഷികൾ വാരം. ഈ പക്ഷിക്കോ ചിറക് വാരം, ചിറകിനോ ചെറിയ തൂവല് വാരം. എല്ലാം പോട്ട് തൂവലിനെ പോയി കഴിഞ്ഞാൽ തൂവല് കാറ്റിന് വാരം. കാറ്റിനാണെന്നൊരു കോലങ്ങളാണ് സത്യേട്ടാ നമ്മളൊക്കെ. മണ്ണിനു മരങ്ങൾ ഭാരം, മരത്തിൻ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടൊരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ. പക്ഷിക്ക് ചിറക് ഭാരം, ചിറകിൽ തൂവലും ഭാരം, തൂവലോ കാറ്റിലും ഭാരം, കാറ്റിലാടും കോലങ്ങൾ. വാനിലാവിലും ഒരു നൊമ്പരം വാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും ഞങ്ങളിൽ കണ്ണുനീരില്ല. മണ്ണിൽ മരങ്ങൾ ഭാരം, മരത്തിൽ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടൊരു ഭാരം, എന്താ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. മടങ്ങണം എന്തിനും ഭൂമിയിൽ അരങ്ങിലും ഭൂമിയിൽ. ഒരു കണക്കിന് നീ ഭാഗ്യവാനാടാ. ഈ ചുറ്റുമുള്ള ഒരു കാര്യം നിനക്ക് അറിയണ്ടല്ലോ. നീ ഭാഗ്യവാനാ. മനസ്സിലുള്ള വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയാൻ, ഒന്ന് പൊട്ടിക്കരയുമ്പോ ആരെങ്കിലും ഒന്ന് കണ്ണീരൊപ്പാൻ ഒരാളില്ല എന്നുള്ളതിന്റെ വിഷമം ചെറിയ വിഷമല്ല. മണ്ടുവിന് വേണമെങ്കിൽ എന്നോട് സങ്കടങ്ങൾ പറയാം, കേൾക്കാൻ ഞാനുണ്ട്. അവളുടെ സഹോദരങ്ങളുണ്ട്. പക്ഷെ എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? ആര് കേൾക്കാൻ? എനിക്ക് കാത്തിരുന്ന് കിട്ടിയ മോള. എന്റെ എല്ലാ സ്വപ്നവും സങ്കല്പവും ഒക്കെ അവളായിരുന്നു. അവൾ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അവളെ ഞങ്ങൾ നോക്കുന്നത് പോലെ ഒരാള് കെയർ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതിലെന്താ തെറ്റ്? ഞങ്ങളുടെ മോള് ഞങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയല്ലേ? എന്തിനാ അവള് കാണണ്ടെന്ന് പറഞ്ഞത്? എന്തിനാ അവള് ഞങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞത്?
இறகே பறக்கும் புதிய வானம் அழைப்பதே நம் கதையை நினைக்கிறான் எனது பாதை தொடருதே உதிரும் இறகின் மௌனம் அதன் பறவை போகும்